Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് പുതുവർഷം ആരംഭിക്കുന്നത് മംഗളവാർത്ത കാലത്തോടുകൂടിയാണ്. നമ്മൾ ജീവിക്കുന്നത് ആരാധനാ വത്സരത്തിലാണ്. നമ്മുടെ രക്ഷകനായി ഈ ഭൂമിയിൽ അവതരിച്ച നസ്രായൻ ഈശോ മിശിഹായുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഒരു വർഷം നീളുന്ന വിശ്വാസ ജീവിതം, ആ വിശ്വാസ തീർത്ഥാടനം മുൻപോട്ട് പോകുന്നത്. അതിന്റെ ആരംഭമാണ് മംഗളവാർത്ത കാലത്തില്, സുവാറ കാലത്തില് നമ്മൾ അനുസ്മരിക്കുന്നത്. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള അറിയിപ്പ്, പ്രഖ്യാപനം അറിയിപ്പെന്നാണല്ലോ സുവാറ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം. ഈ അറിയിപ്പാണ് ഈ ഡിസംബർ മാസത്തിലെ നമ്മുടെ ധ്യാന വിഷയം. രക്ഷാകര പദ്ധതി അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കി അതിന്റെ തുടർച്ചയുടെയും പൂർത്തീകരണത്തിന്റെയും ചരിത്രം എഴുതിയ വ്യക്തി പുതിയ നിയമത്തിലെ ലൂക്കാസ് സുവിശേഷകനാണ്. ലൂക്കാസ് സുവിശേഷത്തിന് തുടർച്ചയായിട്ട് അദ്ദേഹം സ്ലിഹന്മാർ നടപടിയോടി എഴുതിക്കൊണ്ട് ഈ ഈശോയിൽ പൂർത്തിയായ രക്ഷാകര പദ്ധതി, ദൈവത്തിന്റെ രക്ഷാപ്രവൃത്തി എപ്രകാരമാണ് തിരുസഭയിലൂടെ ഇന്നും തുടരുന്നത് എന്ന് സ്ലിഹന്മാർ നടപടിയിലൂടെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട്. ഈ സുവിശേഷ വിവരണത്തിന്റെ 24 അധ്യായങ്ങളുള്ള സുവിശേഷ വിവരണത്തിന്റെ ആദ്യത്തെ 2 അധ്യായങ്ങളാണ് ഈ സുവാറ യൽദ കാലത്ത്, മംഗളവാർത്ത പിറവി കാലത്ത് നമ്മുടെ ധ്യാന വിഷയമാക്കേണ്ടത്. ഈ മാസത്തില് ജനുവരി 6 തീയതി വരെയുള്ള സമയത്ത് ഈ 2 അധ്യായങ്ങളായിരിക്കണം നമ്മുടെ ധ്യാന വിഷയം. വളരെ മനോഹരമായിട്ട് എപ്രകാരമാണ് പഴയ നിയമ വാഗ്ദാനങ്ങള്, അത് ദൈവം അബ്രാഹത്തിന് മുതല് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക്, അബ്രാഹം മുതൽ ഇങ്ങോട്ട് പൂർവ്വപിതാക്കന്മാർക്ക് ആവർത്തിച്ച് നൽകിയിരുന്ന ആ വാഗ്ദാനം, രക്ഷകനായ മിശിഹായെക്കുറിച്ചുള്ള ആ വാഗ്ദാനം എപ്രകാരമാണ് നസ്രായൻ ഈശോയിൽ പൂർത്തിയായത് എന്ന് വിവരിക്കുന്ന മനോഹരമായ രംഗങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 1-2 അധ്യായങ്ങളിൽ. ഇവിടെ 7 രംഗങ്ങളിലായിട്ട് വിവരിക്കുന്ന യോഹന്നാൻ മാംദാനായുടെ ജീവിതവുമായിട്ട്, ജനനവുമായിട്ട് ബന്ധപ്പെടുത്തി ഈശോയുടെ ജനനത്തെയും ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പുമെല്ലാം വിവരിച്ചുകൊണ്ട് അങ്ങനെയൊരു സമാന്തരമായി ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അവതരിപ്പിക്കുമ്പോൾ എപ്രകാരമാണ് പഴയ നിയമത്തിന്റെ തുടർച്ചയായിട്ട് അതിന് പൂർത്തീകരണമായിട്ട് മിശിഹ വരുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. യോഹന്നാൻ മാംദാന പ്രവാചക നിരയിലെ അവസാനത്തെ വ്യക്തിയാണ്. പ്രവാചകരുടെ സ്വരം കേൾക്കപ്പെട്ടിരുന്നത്, പ്രവാചകരിലൂടെ ദൈവം സംസാരിച്ചിരുന്നത്, ഹെബ്രായ ലേഖകൻ പറയുന്നത് പോലെ നമ്മുടെ പൂർവ്വകാലങ്ങളിൽ പല വിധത്തിൽ ദൈവം സംസാരിച്ചത് പ്രവാചകന്മാരിലൂടെയായിരുന്നു. ആ പ്രവാചക നിരയിലെ അവസാനത്തെ കണ്ണിയാണ് യോഹന്നാൻ മാംദാന. ആ യോഹന്നാൻ മാംദാനയുടെ ജനനത്തെക്കുറിച്ചുള്ള, അദ്ദേഹം യോഹന്നാന്റെ അമ്മയായ എലീശ്വയുടെ ഉദരത്തില് ജന്മമെടുക്കുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ലൂക്കായുടെ സുവിശേഷത്തിലെ ആദ്യത്തെ രംഗം, ആമുഖമാണ്. ആദ്യത്തെ 4 വാക്യങ്ങള് 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ് 1-ാം അധ്യായത്തില് ലൂക്കാസ് സുവിശേഷകൻ യോഹന്നാൻ മാംദാനായുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അവതരിപ്പിക്കുന്നത്. ഈ യോഹന്നാന്റെ മാതാപിതാക്കളായി പ്രത്യക്ഷപ്പെടുന്ന സക്കറിയായും ഏലീശുവായും യഥാർത്ഥത്തില് പഴയ നിയമത്തിന്റെ തന്നെ തുടർച്ചയാണ്. കാരണം സക്കറിയ അഹറോന്റെ വംശത്തിൽപ്പെട്ട അബിയ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന് വ്യക്തമായിട്ട് ലൂക്ക അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സക്കറിയയുടെ ഭാര്യയായിരുന്ന ഏലീശുവായും അഹ്റോന്റെ പുത്രിമാരിൽ ഒരുവളായിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ ആരംഭിക്കുന്ന ആ അഹ്റോൻ പൗരോഹിത്യത്തിന്റെ തുടർച്ചയാണ് ഇവിടെ നിൽക്കുന്ന യോഹന്നാന്റെ മാതാപിതാക്കൾ 2 പേരും. ഒപ്പം ഈ 2 പേരെ കുറിച്ചും പറയുന്നത് വിശ്വാസത്തിന്റെ പ്രതിനിധികളായിട്ട്, പഴയ നിയമത്തിൽ വിശ്വസിച്ചിരുന്ന ആ തലമുറയുടെ, അബ്രാഹമാണല്ലോ വിശ്വാസികളുടെ പിതാവ്, അദ്ദേഹം മുതല് ഈശോയുടെ വരവ് വരെയുള്ള ആ മിശിഹായെ കാത്തിരുന്ന വിശ്വസിക്കുന്ന തലമുറ മുഴുവന്റെയും പ്രതിനിധികളായിട്ടാണ് ഇവർ 2 പേരും നിൽക്കുന്നത്. സക്കറായ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, സക്കറായ ഒരു ഹീബ്രു നാമമാണ്. യാഹ്വേ ഹാസ് റിമംബേർഡ്,
ദൈവം കർത്താവ് അനുസ്മരിച്ചിരിക്കുന്നു എന്നാണ് സക്കറായ എന്ന വാക്കിന്റെ അർത്ഥം. സക്കർ എന്നാൽ അനുസ്മരിക്കുക, റിമംബർ എന്നാണ്. യാഹ്വേ എന്നുള്ളതിന്റെ ആദ്യത്തെ 3 അക്ഷരമാണ് യാഹ്, സക്കറായാഹ്. അപ്പോൾ ദൈവം അനുസ്മരിച്ചിരിക്കുന്നു, കർത്താവ് അനുസ്മരിച്ചിരിക്കുന്നു. എന്താണ് അനുസ്മരിച്ചിരിക്കുന്നത്? അബ്രാഹത്തിന് മുതൽ ഇങ്ങോട്ട് പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ ഉടമ്പടിയാണ്. എന്തായിരുന്നു അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം? അബ്രാഹത്തിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കുമെന്നുള്ളതായിരുന്നു. അബ്രാഹത്തിന് ജനിക്കുന്ന ആ വാഗ്ദാന പുത്രൻ അത് നസറായനായ ഈശോയാണ് എന്നുള്ളത് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാചകത്തിൽ തന്നെ മത്തായി സുവിശേഷകന് ഈശോയുടെ വംശാവലി പറയുമ്പോൾ അബ്രാഹത്തിന്റെ പുത്രനായിട്ടാണ് ഈശോയെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പന്തക്കുസ്തായുടെ പിറ്റേ ദിവസം പത്രോസ്ലീഹായുടെ പ്രസംഗത്തില് ഓർസ്ലേം ദേവാലയത്തിന്റെ മുൻപിൽ വെച്ചുള്ള ആ പ്രസംഗത്തിലും നടപടി പുസ്തകം 3-ാം അധ്യായം 25-26 വാക്യങ്ങളിലും പത്രോസ്ലീഹായും വ്യക്തമാക്കുന്നുണ്ട്, അന്ന് അബ്രാഹത്തിന് നൽകിയ ആ വാഗ്ദാനം, അബ്രാഹത്തിന്റെ പുത്രനിലൂടെയാണ് ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള ആ വാഗ്ദാനം നസറായനായ ഈശോയിൽ നിറവേറി ആ ഉദ്ധിതനായ മിശിഹായാണ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പത്രോസ്ലീഹ നടപടി പുസ്തകം 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അനുസ്മരിച്ചത് അബ്രാഹം മുതലിങ്ങോട്ട് പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയിരുന്ന, പ്രവാചകന്മാരിലൂടെ ആവർത്തിച്ചിരുന്ന മിശിഹായെക്കുറിച്ചുള്ള ആ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ദൈവം അനുസ്മരിച്ചിരിക്കുന്നു. ദൈവം അനുസ്മരിച്ചു കഴിയുമ്പോൾ ഉടനെ അത് പൂർത്തിയാക്കും. ഏലീശ്വ എന്ന വാക്കിന്റെ അർത്ഥവും ഇതുതന്നെയാണ്. ഉടമ്പടിയുടെ ദൈവം എന്നാണ് ഏലീശ്വ എന്ന പദത്തിന്റെ അർത്ഥം. ഏൽ ദൈവമാണ്, അത് ദൈവം തന്റെ ഉടമ്പടി അനുസ്മരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ഉടമ്പടി അനുസ്മരിച്ചപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് യോഹന്നാൻ ജനിക്കുന്നത്. ഏലീശ്വായും സക്കറിയായും അവരുടെ സ്വാഭാവിക ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ് യോഹന്നാൻ ജനിക്കുന്നത്. വാർദ്ധക്യത്തിലെത്തിയിരുന്നു, വന്ധിയായിരുന്നു ഏലീശ്വായെങ്കിലും അബ്രാഹത്തിന്റെയും സാറായുടെയും കാര്യത്തിൽ എന്നതുപോലെ, സാമുവലിന്റെ മാതാപിതാക്കന്മാരായിരുന്ന എൽക്കാന ഹന്നാമാരുടെ കാര്യത്തിൽ എന്നതുപോലെ വാർദ്ധക്യത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ ഇവിടെ ഇതാ ഏലീശ്വ ഗർഭിണിയാവുകയാണ്. പക്ഷേ സ്വാഭാവികമായ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ. അപ്പോൾ ദൈവം ഉടമ്പടി അനുസ്മരിക്കുന്നതിന്റെ ഫലമായിട്ട് യോഹന്നാൻ ജനിക്കുന്നു. സക്രിയായും ഏലീശ്വായും സന്ധിക്കുമ്പോൾ യോഹന്നാന്റെ ജനനമാണ്. യോഹന്നാൻ എന്ന വാക്കിന്റെ പേരിന്റെ അർത്ഥം ദൈവം കാരുണ്യവാനാണ് എന്നാണ്. കരുണയുടെ, ആ ദൈവകൃപയുടെ സമൃദ്ധമായ വഴിഞ്ഞൊഴുകലിന്റെ ഒരു മുന്നോടിയായിട്ടാണ്, അതിന്റെ മിശിഹായിൽ പൂർത്തിയാകാനിടുന്ന മനുഷ്യവർഗത്തിന് മുഴുവനും എന്നേക്കുമായി നൽകപ്പെടാനിരിക്കുന്ന ആ കൃപയുടെ, ആ കരുണയുടെ മുന്നോടിയായിട്ടാണ്, വഴിയൊരുക്കുവാനായിട്ടാണല്ലോ യോഹന്നാൻ വന്നത്. അപ്പോൾ ആ അനുസ്മരണമാണ്, ആ ചരിത്രം മുഴുവനും യഥാർത്ഥത്തിൽ ഈ പേരുകളിൽ തന്നെ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ദേവാലയത്തിൽ വെച്ചാണ് ഈ രംഗം. ആദ്യ രംഗം തന്നെ ഓർസ്ലേം ദേവാലയത്തിലാണ്, പള്ളിയിലാണ്, ഓർസ്ലേം പള്ളിയിലാണ്. ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഓർസ്ലേം ദേവാലയത്തിലാണ്. 24-ാം അധ്യായത്തിന്റെ അവസാന രംഗത്ത് ഈശോയുടെ സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിച്ച സ്ത്രീയന്മാര് ഓർസ്ലേം ദേവാലയത്തില് ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് കഴിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഓർസ്ലേം ദേവാലയത്തിലാണ്. ദേവാലയ കേന്ദ്രീകൃതമായിട്ട് യഥാർത്ഥ ദേവാലയമായ ഈശോയുടെ ആ ജീവിതത്തിന് ലൂക്ക അവതരിപ്പിക്കുകയാണ്. ഈ സുവിശേഷം മാത്രമല്ല, നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഈ 2 അധ്യായങ്ങൾ, സുവിശേഷത്തിന്റെ ആദ്യത്തെ 2 അധ്യായങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദേവാലയത്തിലാണ്. ആദ്യ രംഗം സക്രിയ പുരോഹിതൻ ദേവാലയത്തിൽ ധൂപമർപ്പിക്കുന്ന രംഗമാണെങ്കിൽ 2-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ 12-ാം വയസ്സിൽ വേദശാസ്ത്രികളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന, പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കുന്ന ബാലനായ ഈശോയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ദേവാലയത്തിന്റെ പ്രസക്തി, ഈശോ തന്നെയാണ് യഥാർത്ഥ ദേവാലയം, ആ സത്യം വ്യക്തമാക്കുന്ന രീതിയിലാണ് ലൂക്ക സുവിശേഷത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ജനം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് 1-ാം അധ്യായം 10-ാം ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ സക്രിയ ഏലീശോമാര് നീതിനിഷ്ഠരായിരുന്നു. എങ്ങനെയായിരുന്നു അവർ നീതിമാന്മാരായിരുന്നത് എന്നും ലൂക്ക വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടാണ്, കർത്താവിന്റെ വഴിയിലൂടെ നടന്നുകൊണ്ടാണ്. ഈ ജനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് സക്രിയ വിശുദ്ധ സ്ഥലത്തേക്ക് ദേവാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ജനം, 10-ാം വാക്യത്തിൽ കാണുന്ന ആ ജനത്തിന്റെ പ്രാർത്ഥനയുമായിട്ടാണ് ജനത്തിന്റെ പ്രതിനിധിയായ പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്, ഹോളി പ്ലേസിൽ പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ 2 ബലിപീഠങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഓർസ്ലേം ദേവാലയത്തിന്റെ ആദ്യ വിരിക്കുള്ളില് രണ്ട് ബലിപീഠങ്ങളാണ് കാണുന്നത്. സഭാപിതാവായ ബീഡന്റെ അഭിപ്രായത്തിൽ ഈ 2 ബലിപീഠങ്ങൾ സൂചിപ്പിക്കുന്നത് 2 ഉടമ്പടികളെയാണ്, പഴയ നിയമ ഉടമ്പടിയെയും പുതിയ ഉടമ്പടിയെയും. ആ പുതിയ ഉടമ്പടിയുടെ അറിയിപ്പ് യഥാർത്ഥത്തിൽ ധൂപപീഠത്തെങ്കിലാണ്. ആ ഒരു കൃപയുടെ, സ്വർഗം നമുക്കായി തുറക്കപ്പെടുന്ന
ആ കൃപയുടെ അറിയിപ്പ് അത് ലഭിക്കുന്നത് ധൂപപീഠത്തിലാണ്. ധൂപമർപ്പിക്കുവാനായിട്ട് സക്കറിയ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറി വീഴുമ്പോഴാണല്ലോ ധൂപപീഠത്തിന്റെ വലതുവശത്തായിട്ട് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെടുന്നത്. ധൂപം നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും യാമപ്രാർത്ഥനകളിലുമെല്ലാം ഒരു അവശ്യ ഘടകമാണ്. നമ്മുടെ കുർബാന ആഘോഷമായ കുർബാന അർപ്പണത്തിൽ അത് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ദിവസവും ധൂപം ഉണ്ടായിരിക്കണമെന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഈ ധൂപം നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതിന്റെ പ്രതീകമാണ്. ധൂപം മുകളിലേക്ക് ഉയരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളും ഉയരുകയാണ്. ഒപ്പം ഈ അഗ്നിയില് കുന്തിരിക്കം വെന്തുരുകുന്നത് പോലെ ദൈവകൃപയുടെ ദൈവാഗ്നി, ദൈവസ്നേഹത്തിന്റെ അഗ്നിയിൽ നമ്മുടെ പാപങ്ങൾ ഉരുകി ഇല്ലാതാകുന്നതിന്റെ പ്രതീകം കൂടിയാണത്. അപ്പോൾ മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് ഉയരുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ പ്രതീകമായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്ന, നമ്മൾ പാപത്തിൽ നിന്നും മോചിതരാകുന്ന ആ ദൈവകൃപയുടെ അനുഭവത്തിന്റെ സൂചന കൂടിയാണ് ധൂപം നൽകുന്നത്. അതുകൊണ്ട് ആ ധൂപം സാധിക്കുന്നിടത്തോളം നമ്മൾ നമ്മുടെ പരിശുദ്ധ കുർബാനയിലും യാമപ്രാർത്ഥനകളിലുമെല്ലാം ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ ധൂപപീഠത്തിങ്കൽ ലഭിക്കുന്ന ആ അറിയിപ്പില് ദൂതൻ സക്കറിയയോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സക്കറിയ ജനത്തിന്റെ പ്രാർത്ഥനയാണ് ദൈവത്തിൽ അവതരിപ്പിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന് വ്യക്തിപരമായ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. കാരണം ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്നുള്ള പ്രാർത്ഥന. ഈ ദൂതന്റെ മറുപടിയിലൂടെ, ഒരൊറ്റ മറുപടിയിലൂടെ ഈ രണ്ട് പ്രാർത്ഥനകൾക്കുമുള്ള ഉത്തരമാണ് ലഭിക്കുന്നത്. ജനത്തിന്റെ പ്രാർത്ഥന മിശിഹായ്ക്ക് വേണ്ടിയായിരുന്നു. ആ മിശിഹായെ ലഭിക്കുന്നു. മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനുള്ളവനാണ് യോഹന്നാൻ. ഒപ്പം തന്നെ സക്കറിയായ്ക്ക് ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമായിരുന്നു. ഏലിയായുടെ ചൈതന്യത്തോടെ അവൻ വരും, റൂഹായാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ നിറയുമെന്നെല്ലാം ഗബ്രിയേൽ പറയുമ്പോൾ മലാക്കിയുടെ പുസ്തകം, പഴയ നിയമത്തിലെ ഏറ്റവും അവസാന പുസ്തകമായ മലാക്കി പ്രവാചകന്റെ 4-ാം അധ്യായം 5-ാം വാക്യത്തില് കർത്താവിന്റെ ദിനം വരുന്നതിന് മുൻപ് ഏലിയാ പ്രവാചകൻ വരും, ഏലിയായുടെ തീക്ഷ്ണതയോടെ ഒരു ദൂതൻ വരുമെന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? മനുഷ്യവർഗത്തെ അനുരഞ്ജിപ്പിക്കുവാൻ വേണ്ടി, ദൈവത്തിന് കർത്താവിന് സ്വീകാര്യമായൊരു ജനതയെ ഒരുക്കുവാൻ വേണ്ടി, അങ്ങനെ സജ്ജീകൃതമായൊരു ജനതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് കർത്താവിന് വഴിയൊരുക്കുവാനായിട്ട് അവന് മുൻപേ പോകുന്നവനായിട്ട് ഒരു ദൂതൻ വരും എന്നുള്ളത്, ഏലിയായുടെ ചൈതന്യത്തോടെ വരുമെന്നുള്ളത് മലാക്കി പറഞ്ഞിരുന്ന കാര്യമാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെ പൂർത്തിയാകാൻ പോകുന്നതെന്നാണ് 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്. ഏലിയായുടെ ചൈതന്യത്തോടെയാണ് വരുന്നത്. ഏലിയായും യോഹന്നാൻ മാംദാനയും തമ്മിൽ പല സാമ്യങ്ങളുമുള്ളത് ബീഡ് വ്യക്തമാക്കുന്നുണ്ട്. ഏലിയായും യോഹന്നാനും ബ്രഹ്മചാരികളായിരുന്നു. അവരുടെ വസ്ത്രധാരണ രീതി ഒരുപോലെയുള്ളതായിരുന്നു. അവർ മരുഭൂമിയിലാണ് കഴിഞ്ഞിരുന്നത്. അവർ പീഡനമേൽക്കേണ്ടി വന്നവരുമാണ്. പീഡനമേറ്റ് രക്തസാക്ഷികളായി മരിച്ചവരാണ് ഇരുവരും. ഏലിയ, അംബ്രോസ്, സഭാപിതാവായ അംബ്രോസ് പറയും, ഏലിയ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ യോർദാൻ നദി രണ്ടായിട്ട് വിഭജിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈശോയാകുന്ന അല്ലെങ്കിൽ യോഹന്നാൻ മാംദാന ഈശോയ്ക്ക് മാമോദിസ നൽകുന്നത് ഈ യോർദാൻ നദിയിലാണ്. ആ യോർദാൻ നദി രക്ഷയുടെ വഴിയായിട്ട്, സ്വർഗത്തിലേക്കുള്ള ജീവന്റെ വഴിയായിട്ട് തുറക്കുന്നതും ഈശോയുടെ മാമോദിസായിലാണല്ലോ സ്വർഗം തുറക്കപ്പെടുന്നതും. അങ്ങനെ ആ ദൈവത്തിന്റെ പ്രത്യക്ഷീകരണം, പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രത്യക്ഷീകരണം നമ്മൾ ആദ്യമായി കാണുന്നതുമല്ല. മനുഷ്യവർഗത്തിന് രക്ഷ തുറക്കപ്പെടുന്നത് യോർദാൻ നദിയിലൂടെയാണ്. നമ്മുടെ തന്നെ മാമോദിസായുടെ മുന്നോടിയാണ് യോർദാനിലെ ഈശോയുടെ മാമോദിസായ നമുക്കറിയാം. അതിനും കാരണഭൂതനായത് യോഹന്നാൻ മാംദാനയാണ് സാഹചര്യം ഒരുക്കിയത്. അപ്പോൾ ഏലിയായും യോഹന്നാൻ മാംദാനയും തമ്മിലുള്ള ബന്ധം, സക്കറിയ പുരോഹിതന് ഇത് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. തനിക്ക് വാർദ്ധക്യത്തിൽ വന്ധിയായ ഏലീശ്വരൊരു പുത്രൻ ജനിക്കുമെന്നുള്ളത്. ഈ സംശയത്തിന്റെ പേരിലാണ് ഗബ്രിയേൽ ദൂതൻ സക്കറിയായ്ക്ക് നിശബ്ദത, ഈ സംഭവം പൂർത്തിയാകുന്നത് വരെ, നിറവേറുന്നത് വരെ ഈ സംസാരശേഷി നഷ്ടപ്പെട്ടവനായിരിക്കുമെന്ന് സക്കറിയായുടെ ദൂതൻ പറയുന്നത് അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരു ശിക്ഷയായിരുന്നില്ല എന്ന് നമുക്കറിയാം. സൂക്ഷിച്ചു നോക്കിയാൽ എന്താണ് ദൂതൻ പറയുന്നത്? ഞാൻ ഈ അരുൾ ചെയ്ത കാര്യം പൂർത്തിയാകുന്നത് വരെ നീ നിശബ്ദനായിരിക്കുമെന്നാണ് പറഞ്ഞത്. നിനക്ക് സംസാരശേഷിയില്ലായിരിക്കും. അപ്പോൾ ഇത് പൂർത്തിയാകുമെന്നുള്ളതിന്റെ ഒരു ഉറപ്പായിരുന്നു, ഒരടയാളമായിരുന്നു യഥാർത്ഥത്തില് ഈ നിശബ്ദത എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പരിസഭാപിതാവായ അപ്രയം യോഹന്നാന്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു പഴയ നിയമ ആരാധനയുടെ എല്ലാം അവസാനമായിരുന്നു. ആരാധനാ വേളയിൽ തന്നെയാണല്ലോ ഈ വെളിപ്പെടുത്തൽ നൽകപ്പെടുന്നത്. അപ്പോൾ അത് പഴയ നിയമ എല്ലാം പൂർത്തിയാകുന്നതിന്റെ, അല്ലെങ്കിൽ അത് നിശബ്ദമാക്കപ്പെടുന്നതിന്റെ സൂചന കൂടിയായിരുന്നു സക്കറിയായ്ക്ക് ലഭിക്കുന്ന ഈ നിശബ്ദത, അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ മൂകത. ദൈവം പ്രവാചകരിലൂടെയുള്ള സംസാരം നിർത്താൻ പോകുന്നു.
ഇസ്രായേൽ ജനം അവരെ ശ്രവിച്ചില്ല. ഇനി ദൈവം വളരെ നിർണായകമായ രീതിയിൽ തന്റെ പുത്രനിലൂടെ തന്നെ, തന്റെ വചനമായ മിശിഹായിലൂടെ തന്നെ മനുഷ്യനോട് സംസാരിക്കാൻ പോകുന്നു, സമ്മതിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ വചനം തന്നെ മനുഷ്യനാകാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായിരുന്നു. ഒപ്പം നിശബ്ദനായിട്ട് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വരുന്ന ഹൈക്കലിലേക്ക് വരുന്ന പുരോഹിതൻ, സക്രിയ പുരോഹിതന് മറ്റു പുരോഹിതർ ചെയ്തിരുന്നത് പോലെ ആരാധനയുടെ അവസാനത്തിൽ കാത്തുനിരുന്ന ജനത്തെ കരങ്ങളുയർത്തി അനുഗ്രഹിക്കുന്ന രീതി പഴയ നിയമത്തിലുണ്ടായിരുന്നു. അഹ്റോൻ തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നത് നമ്മൾ ലേവ്യരുടെ പുസ്തകം 9-ാം അധ്യായം 22-ാം വാക്യത്തിലും പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ ശെമയോൻ എന്നുള്ള പ്രധാന പുരോഹിതൻ ആശീർവദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2 കരങ്ങളും ഉയർത്തി ജനത്തെ അനുഗ്രഹിക്കുന്നത്. ഈ അനുഗ്രഹം എപ്രകാരമാണ് നൽകേണ്ടതെന്ന് സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിലും നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പുരോഹിത ആശീർവാദ പ്രാർത്ഥന സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 22 മുതൽ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്നെ സംരക്ഷിക്കട്ടെ, നിന്റെ മേൽ കരുണ ചൊരിയട്ടെ, നിന്റെ മേൽ കടാക്ഷിക്കട്ടെ, നിനക്ക് സമാധാനം നൽകട്ടെ തുടങ്ങിയ ആശംസകളോടെയുള്ള ആ പുരോഹിത ആശീർവാദം പുരോഹിതൻ കരങ്ങൾ രണ്ടും നീട്ടിക്കൊണ്ട് ജനത്തിന്റെ മേല് ഈ പ്രാർത്ഥന ഉരുവിടുമ്പോഴായിരുന്നു കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിച്ചിരുന്നത്. ഇവിടെ ശ്രദ്ധേയമായ സംഗതി, ദേവാലയത്തിലേക്ക് കാത്തുനിന്ന ജനത്തിന്റെ പക്കലേക്ക് പുരോഹിതൻ വരുമ്പോൾ അവന് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്താണ്? പ്രവാചക ദൗത്യം മാത്രമല്ല വന്ന് നിശബ്ദമാകുന്നത്, മറിച്ച് പൗരോഹിത്യവും നിശ്ചലമായി തീരുകയാണ്. ഒരു പുതിയ പുരോഹിതനിതാ വരാൻ പോകുന്നു. ഇവിടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് ഒരുവൻ വരാൻ പോകുന്നു. അതാണ് അടുത്ത ഞായറാഴ്ച നമ്മൾ അനുസ്മരിക്കാൻ പോകുന്നത്. എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള മിശിഹായുടെ വരവിനെ കുറിച്ചുള്ള അറിയിപ്പാണല്ലോ. അബ്രാഹത്തിന് നൽകപ്പെട്ടിരുന്ന വാഗ്ദാനം അതായിരുന്നു. അബ്രാഹത്തിന്റെ പുത്രനിലൂടെ ലോകത്തിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള നിത്യപുരോഹിതനായ മിശിഹായുടെ വരവിനുള്ള മുന്നോടിയായിട്ട് പഴയ നിയമ പൗരോഹിത്യവും നിശ്ചലമായി തീരുകയാണ്. പ്രവാചകത്വം നിശബ്ദമായിരുന്നതുപോലെ പൗരോഹിത്യവും നിശ്ചലമാകുന്നു. യഥാർത്ഥ പുരോഹിതൻ വരാൻ പോകുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള പുരോഹിതൻ. അതുകൊണ്ടാണല്ലോ ലൂക്കാസ് സുവിശേഷത്തിന്റെ അവസാന രംഗത്തില് 24-ാം അധ്യായം 50-51 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഉത്ഥാനത്തിന് ശേഷം മിശിഹ തന്റെ കരങ്ങൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നതെന്ന് നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ നിത്യപുരോഹിതനായ ഈശോ എല്ലാവരെയും എന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്നുള്ള ആ ദൈവശാസ്ത്രമാണ് ലൂക്ക അവിടെ അവതരിപ്പിക്കുക. ഏലീശ്വ ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിച്ചവളായിരുന്നു. ഏലീശ്വ 5 മാസക്കാലം നിശബ്ദതയിൽ ആരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ വാർത്ത ആദ്യം അറിയുന്നത് മറിയമാണ്. മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോഴാണല്ലോ മറിയം ഇക്കാര്യം അറിയുന്നത്. പരിശുദ്ധ ത്രിത്വത്തിന്റെ പദ്ധതിയാണ് രക്ഷാകര പദ്ധതി. തന്റെ പുത്രനായ ഈശോയിലൂടെയാണ് പിതാവായ ദൈവം ഇത് പൂർത്തിയാക്കിയത്. മനുഷ്യാവതാര രഹസ്യമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ലായി നിൽക്കുന്നത്. മനുഷ്യനായി അവതരിച്ച ഈശോയാണ് സുവിശേഷം അറിയിച്ചതും ദൈവരാജ്യം പ്രഘോഷിച്ചതും പെസഹ രഹസ്യങ്ങളിലൂടെ തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ നമ്മുടെ രക്ഷ സാധിച്ചതും. അപ്പോൾ അതിന്റെ ആ രക്ഷണീയ പ്രവർത്തനങ്ങളുടെ തുടക്കം യഥാർത്ഥത്തിൽ ഈശോയുടെ മനുഷ്യാവതാരത്തിലാണ്, ഇൻകാർണേഷനിലാണ്. അപ്പോൾ ആ മഹാരഹസ്യത്തിനുള്ള ഒരുക്കമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-2 അധ്യായങ്ങൾ ആവർത്തിച്ച് വായിച്ചുകൊണ്ട് നമുക്ക് ഈ മിശിഹായുടെ മനുഷ്യാവതാര രഹസ്യത്തിന്റെ ആ മഹാദാനത്തിന്റെ അനുസ്മരണത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.